ഹായ് ഫ്രണ്ട്സ്, once again വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്സ്. മീറ്റിന് വർഗീസ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു സിനിമയെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്ന സിനിമയാണ് മഹാരാജ. ഞാൻ ആ സിനിമ കാണാൻ ഒരുപാട് വൈകി. ഏകദേശം തിയേറ്ററിൽ പോയി കണ്ടില്ല. OTT വന്നപ്പോഴാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഐ തിങ്ക് ജൂൺ 12-ാം തീയതിയാണ് ഈ സിനിമ റിലീസായത്. തമിഴിൽ മാത്രമാണ് റൺ ചെയ്തത്. OTT-യിലോട്ട് വന്നപ്പോൾ 5 ലാംഗ്വേജിലോട്ടും അവൈലബിൾ ആണ്. ഒപ്പം മാത്രം നമ്മുടെ മദർ ടങ്ങിലോട്ടും. ഞാൻ മലയാളത്തിലാണ് ചിത്രം കണ്ടത്. എൻ്റെ പൊന്നോ, ഞാൻ കണ്ടതി വെച്ച് തമിഴ് സിനിമയിൽ ഈ അടുത്ത കാലയളവിൽ ഞാൻ കണ്ടതി വെച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഔട്ട്പുട്ട്, നല്ലൊരു സന്തോഷം തന്നൊരു ഫിലിമാണ്. ഇത് ഡയറക്ഷൻ ചെയ്തേക്കുന്ന നിതിൻ ലാലാണ്. ഒപ്പം ഇതിലെടുത്ത് പറയേണ്ട ഒരു കഥാപാത്രം ചെയ്തേക്കുന്ന അനുരാഗ് കശ്യപ്. അദ്ദേഹം ചെയ്തേക്കുന്ന ഒരു ഫോർമാറ്റുണ്ട്. ആ ഒരു ആക്ടിങ് ലെവലെന്ന് പറഞ്ഞാൽ അത് എടുത്ത് പറയേണ്ട ഒന്നാണ്. ഇദ്ദേഹം ഏത് ഫ്രെയിം, ഏത് കഥാപാത്രം എന്നോ ഉള്ളതെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഇമോഷണൽ സ്റ്റൈലും ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ആക്ടിങ് ലെവലുണ്ട്. ആ ആക്ടിങ് ലെവലിൽ ഈ കഥയിലെ മഹാരാജ എന്ന് പറയുന്ന ഈ സിനിമയിൽ ഒരു വിജയ് സേതുപതിയാണ് നായകനെങ്കിലും അദ്ദേഹത്തിനോട് കിടപിടിച്ച് നിൽക്കുന്ന ഒരു ആക്ടിങ് ലെവൽ മത്സരമാണ് നടന്നത്. പിന്നെ ഈ ചിത്രത്തിൻ്റെ പ്ലോട്ടിലോട്ട് വരികയാണെങ്കിൽ ആക്ച്വലി എനിക്ക് വേൾഡ് തലത്തിലുള്ള എല്ലാ ഫിലിംസുകളും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഏകദേശം ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴേ അതിൻ്റെ ആ ട്വിസ്റ്റ് മനസ്സിലായതുള്ളൂ. അപ്പോൾ അതായത് പ്രെഡിക്റ്റബിൾ ആയതുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ പേഴ്സൺ അത് കാണുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ക്ലൈമാക്സ് ഒരിക്കലും അവർ കരുതത്തില്ല. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എനിക്കെന്നല്ല, ആ ഒരു പ്ലോട്ട് റിവീൽ ആവുന്ന ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ്. നിങ്ങൾ ഈ കണ്ട ഫ്രെയിമിൽ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഏറ്റവും അവസാനം കാണിക്കുന്നെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫിലിം നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നൽകി. ഈ അടുത്തിടെ ഇറങ്ങിയ ഒരുപാട് വലിയ സംവിധായകന്മാരുടെ തമിഴ് സിനിമയിൽ തന്നെ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ശങ്കർ അടക്കമുള്ള ഒരുപാട് പേരുടെ പടങ്ങൾ വൻ ദുരിതങ്ങളാവുകയാണെങ്കിലും ഈ സിനിമ നല്ല വർത്താണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്, നല്ലൊരു സിനിമയാണ്. ഇപ്പോഴും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കാണുക. നല്ലൊരു ഫിലിമാണ്. ഞാൻ കണ്ടത് വെച്ച് ഞാൻ ഒരുപാട് ഫിലിംസ് കാണുന്നൊരു വ്യക്തിയാണ്. ഈവൻ ഞാനിങ്ങനെ അടുത്തിടെ നല്ല പണ്ട് കണ്ട ഒരു ഫിലിമുമായിട്ട് വലിയൊരു സാദൃശ്യം ഈ സിനിമയ്ക്കുണ്ട്. അത് പക്ഷേ എന്നെ ഞാൻ എന്ന പ്രേക്ഷകനെ മനസ്സിലാക്കാതിരിക്കാനുള്ള ഒരു ഇമോഷൻ ത്രില്ലിങ്, അതാണ് ഡയറക്ടർ വില്യംസ്. അദ്ദേഹം എന്ന് പറയുന്നത് നമുക്ക് ഇമോഷൻ ആവേണ്ട സ്ഥലത്ത് നമ്മൾ ഇമോഷനാവും. കഥ എങ്ങനെയെന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം കൊണ്ടുവന്ന ആ ഒരു റണ്ണിങ്ങിൽ ആ ഡയറക്ടർ നിതിൻ ലാൽ വിജയിച്ചിരിക്കുന്നു. എനിവേ എന്ത് പറയണമെന്ന് അറിയത്തില്ല. നല്ലൊരു ക്രാഫ്റ്റ് ആയിരുന്നു, നല്ലൊരു ഔട്ട്പുട്ടായിരുന്നു. അത് മസ്റ്റ് വാച്ച്. ഓൺ തിയേറ്റർ എക്സ്പീരിയൻസസ് ഒന്നും പറയാൻ പറ്റത്തില്ല. നല്ലൊരു OTT പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. TV-യിലോ എല്ലായിടത്തും പറ്റുമെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ ഓക്കെ, സൈനിങ് ഔട്ട്.